ചെറിയൊരു പരിപാടിയിലാണ്. എൻ്റെ വീട്ടിൽ ഞാനിപ്പോൾ നിൽക്കുന്നത് എൻ്റെ ഹസ്ബൻഡിൻ്റെ വീട്ടിലാണ്. എൻ്റെ വീട്ടിൽ എൻ്റെ പെറ്റുണ്ട്, ഇറ്റ്സ് ജർമൻഷെപ്പേർഡ് ആൻഡ് ഇറ്റ്സ് ബ്രൂണോ. ഇവിടെ ഉള്ളത് ലാബ്രഡോറാണ്, പേര് ചാർലി. സോ ഇന്ന് രണ്ടാളുടെയും വാക്സിനേഷൻ ചെയ്യാണ്. നമ്മൾ ചാർലിനെ റെഡി ആയിക്കൊണ്ടിരിക്കുക. നമ്മളിപ്പോൾ പോകുന്നത് മയ്യിലേക്കാണ്. ഞാനിപ്പോൾ താമസിക്കുന്നത് കണ്ണൂർ പള്ളിക്കുന്ന്. സോ ഇപ്പോൾ ബ്രൂണോനെ കൂട്ടാനാണ് പോകുന്നത്. അത് കഴിഞ്ഞിട്ട് ചാർലിനെ കൊണ്ടുപോകാനാണ്. ആസ്വദിക്കണം. നമ്മളെവിടെ പോന്നേ? ഇങ്ങോട്ട് വരാൻ കഴിയില്ല കേട്ടാ. നമ്മള് ബ്രൂണോനെ പിക്ക് ചെയ്ത് പോവാണ്. ചാർലിനെ കാണാതെ ബ്രൂണോനെ കാറിൽ കയറ്റിയത്. ബിക്കോസ് രണ്ടാളും മീറ്റ് ചെയ്താൽ അവിടെ ഒരു ക്ലാഷ് നടക്കും. സോ ആളിതാ ബാക്കിലുണ്ട്. പുറത്തെ കാഴ്ച ആസ്വദിച്ചിരിക്കുക.
മന്ന റോഡ്, വളവട്ടണം മന്ന റോഡിലാണ് ഡോക്ടർ ക്ലിനിക്ക്. സോ ഇവിടെ പുറത്ത് തന്നെ ബോർഡ് ഉണ്ട്, എല്ലാവർക്കും വേണ്ടിയിട്ട് കോണ്ടാക്ട് ചെയ്യാം. സോ നമ്മൾ ഡോക്ടർ ക്ലിനിക്കിലേക്ക് പോവാൻ നോക്കാം. ഓക്കെ, ഇതേ ഇവിടെ എവിടെ എന്റെ ബ്രൂണോ കുട്ടി? എവിടെയെന്ന് പോന്നെ? ഇഞ്ചക്ഷൻ സൂചി വെക്കാനാ? ഇന്ന് ഫുഡ് കഴിച്ചിട്ടില്ല. ഉച്ചയായതുകൊണ്ട് ഇഞ്ചക്ഷൻ വെക്കാൻ പോകേണ്ടതുകൊണ്ട് ഇന്ന് ഫുഡ് ഇല്ല ആൾക്ക്. വിശക്കുന്നുണ്ടേടാ? ഇതാണ് ഡോക്ടർ ക്ലിനിക്ക് ഇവിടെയുള്ളത്. നീറ്റ് ആൻഡ് വെൽ പ്ലേസ് ആണ്. സോ അങ്ങനെ ആരും പേടിക്കൊന്നും വേണ്ട. സേഫ് ആണോ, നീറ്റ് ഉണ്ടോ, സേഫ്റ്റി ഇഷ്യൂസ് എല്ലാം ഇറ്റ്സ് ഓൾ വെരി ക്ലിയർ. നമ്മളാൾ ഇന്ന് ക്യൂലാണ് ഉള്ളത്. ബിക്കോസ് ഓൾറെഡി അവിടെ 2 കസ്റ്റമേഴ്സ് ഉണ്ട്. Street dogs, violence. Baba. ഗുഡ് ബോയ്. ശരിയായ ആരതി നായനെ പിടിച്ച് നടക്കാൻ നിന്ന നായി കിടന്നു ഓളെ പറ്റി. ഗുഡ് ബോയ് ബ്രൂണോ. ഞാനും കട്ട വെയിറ്റിംഗിലാണ്. ഞാനിവിടെ വെയിറ്റിംഗ്. അവിടെ കുറേ ഗേൾ ലാബുണ്ട്, ഒരു ജർമ്മനും ഉണ്ട് ഗേള്. അവരെ കണ്ട സ്പോട്ടിൽ ഇവൻ ആള് സൈലന്റ് ആയി. ഇല്ലെങ്കിൽ അഗ്രസീവ് മോഡിലേക്ക് വരേണ്ടതാണ്. ആണോടാ? ആണോ? അല്ലല്ല, ഗുഡ് ബോയ് അല്ലേ, ഡീസന്റ് അല്ലേ? Bye. ഒരാളെ കണ്ട് ഇതിലാ നിൽക്കുക. ബ്രൂണോ, Luna in a sleep. Good boy. Tickle that Luna, tickle. Tickle illa tickle. Tickle illa. Luna inna ചെറിയൊരു ലെഗ് പെയിൻ ഉണ്ട്. അല്ലേ? അവിടെ. Oh, they're waiting. Are you waiting, Bruno? ഉള്ളിൽ ആൾക്കാർ ക്യൂ ആണല്ലോ.
ബ്രൂണോ ഇല്ല 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 ഫിനിഷ് കൊടുണ്ടടാ. സോ നമ്മൾ ഇഞ്ചക്ഷൻ അടിച്ചു. ഇന്ന് കുളിപ്പിക്കുന്നില്ല ഇവനാ. ഓൾമോസ്റ്റ് 10 വൈറസിന് അഗെയിൻസ്റ്റ് ആയിട്ട് ഇയാൾക്ക് ഇഞ്ചക്ഷൻ ഇന്ന് എടുത്തു. സോ വേദനയൊന്നും ഇല്ല, ബിക്കോസ് ഓൻ അറിയാം ഇഞ്ചക്ഷൻ എടുക്കാനാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ ഡോക്ടർക്ക് അനുസരിച്ചിട്ട് കാണിച്ചു കൊടുത്തു. അല്ലേ ബ്രൂണോ? വേദനയൊന്നുമില്ലല്ലോ? ഗുഡ് ബൈ അല്ലേ? ഗുഡ് ബൈ. വീട്ടിലെത്തി. വീടെത്തി. എൻ്റെ വീടാണ് വൈകില്. പക്ഷെ വീട്ടിലേക്ക് കയറുക. ആള് എപ്പോഴത്തേക്ക് റെഡിയായി ഇറങ്ങി പോവാൻ വേണ്ടി. ക്യൂട്ടി ആളവിടെ ചാർലി അവിടെ കാത്തിക്കുന്ന. ജർമ്മനെ ഡ്രോപ്പ് ചെയ്തിട്ട് ചാർലി lazy boy. Dr. Ramesh Kumar, വെറ്ററിനറി സർജനാണ്, സീനിയർ വെറ്ററിനറി സർജനാണ്. ഞാനിപ്പോൾ വീട്ടിനോട് ചേർന്നിട്ട് എനിക്കൊരു കൺസൾട്ടേഷൻ ഉണ്ട്. ഹോളിഡേ വർക്കിംഗ് ഡേയ്സിലൊക്കെ 5:30 to 8:30 വരെ ഞാൻ കൺസൾട്ട് ചെയ്യുന്നുണ്ട്. ഹോളിഡേയ്സിൽ മോർണിംഗ് 9:30 to 7:30 ഓൺലി ഓൺ അപ്പോയിൻമെൻറ്റ്. മെയിൻലി ഫോക്കസ് ചെയ്തിരിക്കുന്നത് പെറ്റ് അനിമൽസിലാണ്, എസ്പെഷ്യലി ഡോഗ്സ് ആൻഡ് ക്യാറ്റ്സ്. നവഡേയ്സ് ഇപ്പോൾ കൂടുതലും വരുന്നത് ക്യാറ്റ്സ് ആണ്. ഞാൻ കഴിഞ്ഞ 30 years എക്സ്പീരിയൻസ് ഉണ്ട് എനിക്ക് വെറ്ററിനറി ഫീൽഡിൽ. ബാച്ചിലർ ഡിഗ്രിക്ക് പുറമെ ഒരു പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ ഇൻ സ്മോൾ അനിമൽ മെഡിസിൻ കൂടിയുണ്ട്. ഡോഗ്സ് ആണെങ്കിൽ ഏറ്റവും പ്രധാനമായിട്ട് ശ്രദ്ധിക്കുന്നത് വെച്ചാൽ പ്രിവെൻറ്റീവ് വാക്സിനേഷൻസിലാണ്. കാരണം ഇന്ന് ഏറ്റവും കൂടുതൽ വരുന്ന സ്പ്രെഡ് ചെയ്യുന്ന ഡിസീസസ് ഒക്കെ ഒരുപാട് ഡിസീസസ് ഉണ്ട്. എസ്പെഷ്യലി പാർവോ ഇൻഫെക്ഷൻസും അതുപോലെ തന്നെ ഡിസ്റ്റംബർ, ലെപ്റ്റോസ്പൈറോസിസ് ഇതുപോലുള്ള അസുഖങ്ങളുണ്ട്. ഇതെല്ലാം തന്നെ നമുക്ക് വാക്സിനേഷൻസ് കൊണ്ട് കൃത്യമായിട്ട് തടയാൻ പറ്റുന്ന കാര്യങ്ങളാണ്. പീരിയോഡിക്കലി ശരിയായിട്ടുള്ള രീതിയിൽ 42 days കൃത്യമായിട്ട് വാക്സിനേഷൻസ് ചെയ്യാം. നിങ്ങളൊരു വരുന്ന ഡോക്ടറുടെ അഡ്വൈസോട് കൂടിയിട്ട് കറക്റ്റായിട്ടുള്ള വാക്സിനേഷൻസ് ചെയ്യുകയാണെങ്കിൽ ഓൾമോസ്റ്റ് ഒരുവിധമുള്ള വൈറൽ ഡിസീസസും ബാക്ടീരിയൽ ഡിസീസൊക്കെ നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റും. മറ്റൊന്ന് പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത് വെച്ചാൽ എക്സ്റ്റേണൽ പാരസൈറ്റിക് ഇൻഫെസ്റ്റേഷൻസ് ആണ്. അതായത് ടിക്സ് ആൻഡ് ഫ്ലീസ് കൊണ്ടുണ്ടാകുന്നത്. കാരണം ഇന്ന് ഏറ്റവും കൂടുതൽ നമ്മൾ കണ്ടുവരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട അസുഖങ്ങളിലൊരു വെച്ചാൽ ഹീമോ പാരസൈറ്റ്സ് ആണ്. ടിക്സും ഫ്ലീസും കടിച്ചുകൊണ്ട് വരുന്നതിനുള്ള ബബീഷ്യ, മറ്റ് റിക്കറ്റ്ഷ്യൽ ഇൻഫെക്ഷൻസ് ഒക്കെയാണ്. ഇതൊക്കെ തന്നെ നമുക്ക് പ്രിവെൻറ്റീവായിട്ട് തന്നെ നമുക്ക് ഒരു ലേറ്റസ്റ്റ് ആയിട്ട് ഇപ്പോൾ ഒരുപാട് ടിക്സിനും ഫ്ലീസിനും കൺട്രോൾ ചെയ്യാൻ ഒരുപാട് മെഡിസിൻസ് ഉണ്ട്. കറക്റ്റായിട്ടുള്ള ടിക്സ് ആൻഡ് ഫ്ലീസ് കൺട്രോൾ ചെയ്യുക. പ്ലസ് മറ്റൊരു കാര്യം വെച്ചാൽ നിങ്ങളുടെ ആനിമൽസ്, നിങ്ങളുടെ പെറ്റ്സിന് പുറത്ത്, എസ്പെഷ്യലി പുറത്ത് നടക്കാൻ കൊണ്ടുപോകുക, ഇതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴായിരിക്കും നിങ്ങൾക്ക് ചിലപ്പോൾ ഒരു ഇൻഫെക്റ്റഡ് ടിക്സിൻ്റെ ബൈറ്റ് ഉണ്ടായിക്കഴിഞ്ഞാൽ അതിനകത്ത് കൂടെ തന്നെ വരുന്ന മെയിനായിട്ടുള്ള ഹീമോപ്രോട്ടോസോൺ ഡിസീസ് ഉണ്ട്. സിംറ്റംസ് പ്രധാനമായിട്ട് പറയുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ അതുവരെ ഹെൽത്തി ആയിരുന്ന ഡോഗ്സ് പെട്ടെന്ന് തന്നെ ഫുഡ് കഴിക്കുന്നതാവുന്നുണ്ടാവും. അതുപോലെ തന്നെ ചെറിയ ഫീവർ ഉണ്ടാവും, ചിലപ്പോൾ ഒക്കേഷൻ വോമിറ്റിംഗ് ഉണ്ടാവും, ഡാർക്ക് കളർ യൂറിൻ പോവുക. ഇതൊക്കെയാണ് മെയിനായിട്ട് സിംറ്റംസ്. കറക്റ്റായിട്ടുള്ള സമയത്ത് ഡയഗ്നോസിസ് ചെയ്ത് കറക്റ്റ് ട്രീറ്റ്മെൻറ്റ് ചെയ്യാമെങ്കിൽ ഒരുപാട് നമുക്ക് അതിനെ സേവ് ചെയ്യും. ഇല്ലെങ്കിൽ പലപ്പോഴും ഒരുപാട് കോംപ്ലിക്കേഷൻസിലേക്ക് പോകുന്ന അസുഖങ്ങളാണിത്.
പിന്നെയുള്ളത് മെയിൻലി ക്യാറ്റ്സ് ആണെങ്കിൽ, ക്യാറ്റ്സ് ഇപ്പോൾ ക്യാറ്റ്സിലാണെങ്കിൽ ഒരുപാട് വൈറൽ ഡിസീസസ് ഉണ്ട്. പ്രത്യേകിച്ച് ഫെലൈൻ പാൻ ല്യൂക്കോപീനിയ അഥവാ ഫെലൈൻ പാർവോ വൈറസ് ഇൻഫെക്ഷൻസ് ഉണ്ട്. ഈ അസുഖം വന്നു കഴിഞ്ഞാൽ കിറ്റൻസ് ഒക്കെ ആണെങ്കിൽ 60 to 70% മോർട്ടാലിറ്റി റേറ്റ് ഉള്ളതാണ്. ബട്ട് വി ക്യാൻ പ്രിവെൻറ്റ് ദിസ് വിത്ത് പ്രോപ്പർ വാക്സിനേഷൻസ്. 42 days ഉള്ളപ്പോൾ വാക്സിനേഷൻ ചെയ്യണം. എവറി 21 days വാക്സിനേഷൻസ് ചെയ്യുക. അതുപോലെ തന്നെ ഡോഗ്സിനെയും ക്യാറ്റ്സിനെയും കമ്പൽസറിലി നിങ്ങൾ ആൻറ്റി റേബീസ് വാക്സിനേഷൻ ചെയ്യേണ്ടത് മസ്റ്റാണ്. ലാർജ് ബ്രീഡേഴ്സ് ആയിട്ടുള്ള ജർമൻ ഷെപ്പേർഡ്സ് ഉള്ളതിനെ പ്രധാനമായിട്ട് നോക്കേണ്ടത് ഒരു കാര്യം എന്ന് വെച്ചാൽ ജർമൻ ഷെപ്പേർഡ്സിൽ വളരെ ഹിപ്പ് ഡിസ്പ്ലേഷ്യ എന്ന് പറഞ്ഞ കണ്ടീഷൻ വളരെ കോമൺ ആണ്. എസ്പെഷ്യലി ഇൻ ബ്രീഡിങ്, അതായത് കമേഴ്സ്യൽ ബ്രീഡിങ് ചെയ്യുന്ന ഇതിനകത്ത് ഒരുപാട് ക്ലോസ് റിലേറ്റഡ് ബ്രീഡിങ്സ് നടന്നുകൊണ്ടിരിക്കുന്ന കേസിൽ പലപ്പോഴും ഹിപ്പ് ഡിസ്പ്ലേഷ്യയ്ക്ക് ഒരു ജനറ്റിക് പ്രീഡിസ്പോസിഷൻ ഉണ്ട്. അങ്ങനെയുള്ള ഡോഗ്സിൽ പലപ്പോഴും ഡിസ്പ്ലേഷ്യ ഉണ്ടാവാറുണ്ട്. സിംറ്റംസ് പ്രധാനമായിട്ട് കാണുന്നത് വെച്ചാൽ നടക്കുമ്പോൾ പെട്ടെന്ന് വിഷമം ഉണ്ടാവുക, ബാക്കിലത്തെ കാലിന് തീരെ അതിനകത്ത് സപ്പോർട്ട് ചെയ്യാൻ പറ്റാതിരിക്കുക. അങ്ങനെയുള്ള കണ്ടീഷൻസ് എന്തെങ്കിലും കാണുന്നുണ്ടെങ്കിൽ കറക്റ്റായിട്ടുള്ള സമയത്ത് ഡയഗ്നോസ് ചെയ്ത് അതിനുള്ള കറക്റ്റ് പ്രോപ്പർ സപ്ലിമെൻറ്റേഷൻസും മെഡിക്കേഷൻ കൊണ്ട് വി ക്യാൻ മാനേജ് ദി കണ്ടീഷൻ. നമ്മളെ ഇന്നത്തെ വാക്സിനേഷൻ പരിപാടി തീർന്നു. ഇനിയിപ്പോൾ നെക്സ്റ്റ് വാക്സിൻ ഒരു 1 year കഴിഞ്ഞിട്ട് 1 year ആയിരിക്കും അതിൻ്റെ ഒരു ഡ്യൂറേഷൻ പീരീഡ്. സോ ഇനി നെക്സ്റ്റ് ഇയർ ആയിരിക്കും. That's it. Okay. Thank you. Bye.